ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ക്രോഷറ്റ് പാറ്റേൺ ആണ് കാണിക്കുന്നത്. ഒരു 3D ലുക്ക് തോന്നുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക ടഫായി തോന്നുകയാണെങ്കിലും ഇത് വെറും ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇതിനെ ഇങ്ങനെ എന്താ പറയുക 3D ലുക്ക് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചാണ് ഇങ്ങനെ എളുപ്പമായിട്ട് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് പഠിച്ചവർക്ക് ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എന്തായാലും ചെയ്യുന്ന സ്ഥിതിക്ക് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഒരു പേഴ്സും കൂടെ അതിൻ്റെ കൂടെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3mm സൈസിൻ്റെ ഹുക്കാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇപ്പം ഞാൻ ഒരു 25 സ്റ്റിച്ചാണ് ഇടുന്നത് കേട്ടോ, തൽക്കാലം കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ലെങ്ത്തിനാണ് സ്റ്റിച്ച് ഇടേണ്ടത്. അപ്പോൾ ഞാനൊരു ചെറിയ ഒരു പേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു 25 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി അടുത്ത റോ തുടങ്ങുകയാണ്. ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ 3 ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ടു. എന്നിട്ട് 3 സ്കിപ്പ് ചെയ്ത് 4ാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അടുത്തതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു ഡബിൾ ക്രോഷ്യ മൊത്തമായിട്ട് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയി, ഫുൾ ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് തിരിച്ച് പിടിക്കുക. ഇനി അടുത്തത് റോ തുടങ്ങുന്നത് യാൺ ഓവർ ചെയ്ത് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ഈ ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് എടുക്കേണ്ടത്. ഇങ്ങനെ എടുത്തിട്ട് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്ത 2 സ്റ്റിച്ച് നമ്മൾ സാധാ ചെയ്യും പോലെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് 2 സ്റ്റിച്ച് സാധാ പോലെ തന്നെ ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്യുക. 1 അടുത്ത സ്റ്റിച്ച് ഇതാണ് അതിൻ്റെ ഉള്ളിലൂടെ. ഇനി അടുത്ത 3ാമത്തേത് നേരത്തെ ചെയ്ത പോലെ താഴത്തേലൂടെ എടുക്കുക. ഇങ്ങനെ ഇതിലൂടെ എടുത്തിട്ട് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അടുത്ത 2 സാധാ പോലെ തന്നെ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കാണുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ അതിലൂടെ കേട്ടോ. ഞാൻ ഒന്ന് ചെയ്തു. ഇനി അടുത്ത 2ാമത്തെ അങ്ങനെ 2 ചെയ്തു. ഇനി അടുത്തത് താഴെക്കൂടെ എടുത്തിട്ട് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഈ റോയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഈ വെറൈറ്റി സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റാണ്. കാരണം ഇതിങ്ങനെ ഒരു 2-3-4 റോ കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുക. അപ്പോൾ അത് എത്തോളം ഒരു സമാധാനം ഉണ്ടാവില്ല. ഭയങ്കര വേറെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ ഇത് തന്നെ ഇരുന്നിട്ടായിരിക്കും ചെയ്യുക. ഈ ക്രോഷ്യ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഈ റോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത റോ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത റോ തുടങ്ങുകയാണ്. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. അതിനി തിരിച്ച് പിടിച്ചു. ബാക്ക് വശം വരുമ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ ചെയ്തത് 2 സ്റ്റിച്ച് ബാക്കോട്ടും 1
മുന്നോട്ടും തള്ളി നിൽക്കുന്ന രീതിയിലാണല്ലോ. അപ്പോൾ ഇനി അത് തിരിച്ച് വെക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. രണ്ടെണ്ണം മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ട്, ഒന്നായിട്ടുള്ളത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നേരെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് ഇതിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടത് ആദ്യത്തെ സ്റ്റിച്ചായിട്ട് കണക്കാക്കും. ഇനി രണ്ടാമത്തെ ചെയ്യുന്നത്, ഇപ്പോൾ ഈ 2 സ്റ്റിച്ച് ആണ് മുന്നോട്ട് തള്ളി നിൽക്കുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇങ്ങനെ ചെയ്യാം. ഉള്ളിലൂടെ എടുത്തിട്ട് ആ സ്റ്റിച്ചിന് മൊത്തമായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് എടുത്തിട്ട് ചെയ്യാം. പിന്നെയുള്ള ഈ ഒന്നുണ്ടല്ലോ, ഈ ഇങ്ങോട്ട് പൊന്തി നിൽക്കുന്നത്, അത് ചെയ്യുമ്പോൾ നേരത്തെ സാധാ ചെയ്ത പോലെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ആ സ്റ്റിച്ചിൻ്റെ നേരെ തന്നെ. ഇനി ഇത് ചെയ്തു. അടുത്തത് വീണ്ടും ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നതായിട്ടുള്ളത്. അതായത് ഫ്രണ്ടിൽ ഉള്ളിലേക്ക് പോയി തിരിച്ചു വെച്ചപ്പോൾ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നത്. അപ്പോൾ അത് ഇതേ രീതിയിൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതാ ഈ ഭാഗം തിരിച്ച് ചെയ്യുമ്പോൾ സാധാ പോലെ തന്നെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ആ 2 സ്റ്റിച്ച് ഉള്ളിലേക്ക് നിൽക്കുന്ന ആ സ്റ്റിച്ച് ഇങ്ങനെ ഹുക്ക് അതിൻ്റെ ഉള്ളിലൂടെ മൊത്തത്തിൽ എടുത്തിട്ട് ചെയ്യാം. എളുപ്പമാണ് കേട്ടോ, അത് എളുപ്പമാണ് ചെയ്യാൻ. ഈ സ്റ്റിച്ചിൻ്റെ പേര് വാഫിൾ സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ ആ റോ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ തിരിച്ച് പിടിച്ചു, നമ്മളെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു. കണ്ടോ, ഫ്രണ്ട് ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഫോമായി വരുന്നുണ്ട്. ഇനി വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. അത് ഫസ്റ്റത്തെ സ്റ്റിച്ചായിട്ട് ആണ് കൗണ്ട് ചെയ്യുക. ഇനി ഈ ഒരു ഫ്രണ്ട് ഭാഗം ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആദ്യത്തേത് ഇങ്ങനെ ഉള്ളിലൂടെ എടുത്തിട്ട് ചെയ്യുക. പിന്നെ 2 എണ്ണം സാധാ പോലെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും മൂന്നാമത്തെ ചെയ്യുമ്പോൾ ഈ പൊന്തി നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിലൂടെ യാൺ എടുത്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 2 സ്റ്റിച്ച് സാധാ പോലെ ചെയ്യാം. ഫ്രണ്ട് ഭാഗം വരുമ്പോൾ ഈ രീതിയിൽ ചെയ്യാം. പിന്നെ ബാക്ക് ഭാഗം വരുമ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ റോ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് തുടങ്ങുകയാണ്. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു, തിരിച്ചു പിടിച്ചു. ആ ചെയിൻ സ്റ്റിച്ച് ഇട്ടത് ആദ്യത്തെ ഇതായിട്ട് കണക്കാക്കും. എന്നിട്ട് രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന 2 സ്റ്റിച്ചിനെ ഈ രീതിയിൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഉള്ളിലേക്ക് നിൽക്കുന്ന, അതായത് ഫ്രണ്ടിൽ പൊന്തി നിൽക്കുന്ന ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിനെ സാധാ പോലെ തന്നെ ചെയ്യാം. വീണ്ടും ആ ഉള്ളിലേക്കുള്ള ഭാഗം, അതായത് തിരിച്ചു വെക്കുമ്പോൾ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഇനി അധികം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഞാനിനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാണിക്കാം. അപ്പോൾ ഇത് ഇത്രയും ലെങ്ത്തിൽ ഞാൻ ചെയ്തു. ഇനി ഞാനിത് ഒരു പേഴ്സാക്കി മാറ്റാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ നമുക്കൊരു പേഴ്സാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ 2 സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു അളവ് നോക്കി വെക്കുക. അങ്ങനെ ഒരളവ് നോക്കിയിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ജോയിൻ ചെയ്യുക. പിന്നെ ഇപ്പുറം വശം. അപ്പോൾ അങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക. അതിനാദ്യം നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് തിരിച്ച് വെച്ചിട്ടാട്ടോ ജോയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് മറിച്ചിടുകയാണ് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്യും. ഇങ്ങനെയായിട്ട് കൂട്ടി വെച്ചു. ഉള്ളിലൂടെ അങ്ങനെ ഹുക്ക് എടുത്തിട്ട് ആ ലൂപ്പിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഈ രണ്ട് ലൂപ്പിൻ്റെ അറ്റത്തുള്ള രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ആണ് സാധാ സൂചിയിൽ കോർത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയല്ല, നമ്മൾ സാധാ സൂചി കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യൂലേ, അതുപോലെയും ചെയ്യാം. ഇത് ശരിക്കും ഈ ഒരു സ്റ്റിച്ച് ആയതുകൊണ്ട് കുറച്ച് പഫായിട്ട് നിൽക്കുന്നുണ്ട് പേഴ്സ്. അപ്പോൾ ലാസ്റ്റ് വരെ ചെയ്തു. യാൺ ഇങ്ങനെ വന്നു. യാൺ കട്ട് ചെയ്യാം. യാൺ കട്ട് ചെയ്തു. എന്നിട്ട് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ബാക്കി വന്ന യാണിനെ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് പോയില്ലേ, ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഓരോ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഒരു ഇങ്ങനെ കെട്ടിട്ട പോലെ കോർത്ത് കൊണ്ടുപോവുക. കുറച്ച് ഒരു 3-4-5 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ അതുപോലെ കൊണ്ടുപോവുക കേട്ടോ. ഇനി ഈ വശം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നേരത്തെ യാണ് അതിൽ അറ്റാച്ച് ആയിരുന്നു, ഇപ്പോൾ വേറെ യാണ് നമ്മൾ ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഈ കോണിൽ നിന്ന് അതിലേക്ക് രണ്ടിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഹുക്ക് കൊണ്ട് ആ യാണിനെ രണ്ടിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് ലോക്ക് ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്ത് തുടങ്ങുക നേരത്തെ പോലെ തന്നെ. എന്നിട്ട് ബാക്കി വരുന്നതാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇനി ഇത് മറിച്ചിടാം. തിരിച്ചും ചെറുതാണെങ്കിൽ ഉള്ളിൽ സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് മൊബൈൽ കവറൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ലുക്ക് ഉണ്ടാവും. ഇനി ഇവിടെ ഒരു ബട്ടൺ വെക്കാം കേട്ടോ. ഇനി ഒരു ബട്ടൺ വെക്കാം. തുന്നി പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുക ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുക ചെയ്യണത്. അപ്പോൾ പേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു പേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കവറൊക്കെ ഈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.